ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ആലപ്പുഴ ബീച്ചിൽ ആലപ്പി ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ കേരളം എന്ന് പറഞ്ഞൊരു പരിപാടി നടക്കുന്നുണ്ട്. ഇപ്പോൾ ബീച്ചിൽ തന്നെ വലിയ പന്തലിട്ടാട്ടോ ഇത് നടത്തുന്നത്. വന്ന് കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡ് ഇതേപോലെ രാജേഷ് ചേർത്തലയുടെ പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. നമുക്കിനി നേരെ വന്ന് അകത്തോട്ട് കയറി നോക്കാം. ഫുള്ള് ഫ്രീ ആട്ടോ ഇവിടെ. നമുക്ക് വേറെ എൻട്രൻസ് ഫീസും കാര്യങ്ങളും ഒന്നുമില്ല. ഒരു 70% ഫുള്ളി ഡിജിറ്റലായിട്ടാട്ടോ ഇവിടെ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ ഫ്രണ്ട് സെൽഫി ക്യാമറയാണ്. ഇതിങ്ങനെ കറങ്ങി നമുക്ക് അവർ തന്നെ വീഡിയോ എടുത്ത് തരും. അതും എല്ലാം ഫ്രീ ആട്ടോ. സർക്കാരിൻ്റെ എല്ലാ വകുപ്പുകളിലും ഉള്ള അതിൻ്റെ പ്രദർശനവും പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റുകളും പൂർത്തിയാക്കിയ പ്രോജക്റ്റുകളും എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് നല്ല വ്യക്തമായിട്ട് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുണ്ട്, ഇത് പഴയൊരു ഈ സുരംഗം എന്ന് പറയുന്ന കാസർഗോഡ് ജില്ലയിലൊക്കെ കാണുന്ന വെള്ളം ശേഖരിക്കാൻ ഉപയോഗിക്കുന്ന തുരങ്കങ്ങളാണ്. ഇതിൻ്റെ അകത്തോടെ നമുക്കിങ്ങനെ നേരെ അകത്തോട്ട് കയറി പോവാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കിഫ്ബിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്ത പ്രോജക്റ്റുകൾ, ഇനി വരാനിരിക്കുന്ന പ്രോജക്റ്റുകളുടെ എല്ലാം ഡീറ്റെയിൽസ് ആട്ടോ. ഈ കാണുന്ന നമ്മുടെ ആലപ്പുഴയിൽ വരാൻ പോണ പുതിയ മൊബൈലിറ്റി ഹബിൻ്റെ ഏകദേശം ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ആട്ടോ. അടുത്തതിൽ കൃഷി വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഈ നെല്ലിൻ്റെയും അതിൻ്റെ ശേഖരങ്ങളും എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. അതേപോലെ ഇതൊക്കെ ഈ ലൈവ് ചെടികളാവട്ടെ ഈ കാണുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അടുത്ത കൗണ്ടറിൽ ക്ഷീരവികസന വകുപ്പിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസും അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനും നമുക്ക് അവിടെ സാറുമാരുണ്ട് കേട്ടോ. അടുത്ത നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി അതിനോടനുബന്ധിച്ച് ചെയ്തിട്ടുള്ള പ്രോജക്റ്റുകളുടെ ഡീറ്റെയിൽസ് ആട്ടോ. ഇത് പണ്ട് കാലത്തുള്ള മത്സ്യബന്ധന രീതികളുടെ എല്ലാ ഡീറ്റെയിൽസും അത് എങ്ങനെ ചെയ്തിരുന്നു എല്ലാം നമുക്കിവിടെ ചേട്ടന്മാർ പറഞ്ഞു തരും. അടുത്ത കൗണ്ടറിൽ നമ്മുടെ RTO റോഡ് സേഫ്റ്റിയെ പറ്റിയൊക്കെ ഉള്ള ഒരുപാട് ചെറിയ ചെറിയ ക്ലാസ്സുകളും അതോടൊപ്പം ഇതേപോലെ ഇതുണ്ട്, ചെറിയ ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാനും ഒന്ന് വണ്ടി ഓടിച്ച് നോക്കിയായിരുന്നു. അടുത്ത സെഷൻ നമ്മുടെ ജലഗതാഗത വകുപ്പുമായിട്ടുള്ള അതിൻ്റെ ചെറിയ ചെറിയ ഉപകരണങ്ങളും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സൈഡിൽ വീഡിയോയും കാണിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത നമ്മുടെ ഫയർഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാധനങ്ങളാണ്. അവർ പെട്ടെന്നൊരു റെസ്ക്യൂ വരുമ്പോൾ ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത സെഷൻ നമ്മുടെ KSEB ആയിട്ട് ബന്ധപ്പെട്ട് ഇത് കണ്ടോ, ചെറിയ ട്രാൻസ്ഫോമറും അത് നമ്മുടെ വീടുകളിലേക്ക് എത്തിക്കുന്ന 11 kV ലൈൻ വരെയുള്ള അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അവർ നല്ല ഡീറ്റെയിൽ ആയിട്ട് അവർ പറഞ്ഞു തരും കേട്ടോ. പിന്നെ ഈ കാണുന്ന നമ്മുടെ ഡാമുകളുടെ പ്രവർത്തനവും അത് പോകുന്ന റൂട്ടുകളൊക്കെ ആട്ടോ. ഇനി ഇങ്ങോട്ട് കാണാൻ പോകുന്നത് ഫുള്ള് നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരുടെ സാധനങ്ങളൊക്കെ ആട്ടോ. ലാസ്റ്റ് നമ്മൾ കേരള പോലീസിൻ്റെ സെഷനിലോട്ട് എത്തിയിരിക്കുക കേട്ടോ. ഇത് നമ്മുടെ ഈ ഫിംഗർ പ്രിൻ്റ് ഒക്കെ കണ്ടുപിടിക്കത്തില്ലേ, അതിൻ്റെ ചെറിയ ഒരു ക്ലാസ് അവർ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരും. അവരുടെ വയർലെസ് സെറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, അത് പരസ്പരം എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുന്നു എന്നുള്ളതൊക്കെ എൻ്റെ ക്ലാസ് കേട്ടോ. ഇത് അതേപോലെ പെട്ടെന്നുള്ള ഒരു അറ്റാക്കിൽ നിന്ന് സ്ത്രീകൾക്ക് എങ്ങനെ പെട്ടെന്ന് രക്ഷപ്പെടാം എന്നുള്ള അതിൻ്റെ ട്രെയിനിങ് വനിതാ പോലീസുകാർ തന്നെ നമുക്ക് ഇവിടെ കാണിച്ചു തരും. അടുത്ത സെഷനിൽ കേരള പോലീസ് ഇപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്ന തോക്കുകൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഫോറൻസിക് ലാബും അവിടെ നടത്തുന്ന ചെറിയ ചെറിയ ടെസ്റ്റുകളുടെയൊക്കെ ചെറിയൊരു ഡെമോൺസ്ട്രേഷൻ വെച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ പുറത്തോട്ട് പിന്നെയും വരുമ്പോൾ ഇതുണ്ടോ, പിള്ളേർക്ക് കളിക്കാനുള്ള ചെറിയ ഗെയിമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പഴയ 2 വിൻറ്റേജ് വണ്ടികൾ ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ കാണുന്ന ഒരു ഇലക്ട്രിക് ഗുഡ്സിൻ്റെ ആപ്പേ മോഡൽ വണ്ടിയാട്ടോ. പിന്നെ കാറുകൾ ടൊയോട്ടയുടെയും മാരുതിയുടെയും മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഫൈനലി ഫുഡ് കോർട്ടിൻ്റെ അവിടെ എത്തി കേട്ടോ. ഫുഡെല്ലാം നല്ല ലൈവായിട്ടാണ് ഉണ്ടാക്കി തരുന്നത്, അടിപൊളിയാണ്. ഫുഡിൻ്റെ മാത്രം വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ സ്റ്റേജിൻ്റെ സൈഡിലോട്ടാണ് നമ്മളിങ്ങനെ വരുന്നത്. ഈ പ്രോഗ്രാം ഇതുവരെ ഇവിടെ തീർന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഏകദേശം ഏപ്രിൽ 24 വരെ കേട്ടോ ഇവിടെ ഈ പരിപാടി ഉള്ളത്. പറ്റുന്നവരൊക്കെ ഒന്ന് കാണണേ, നമുക്ക് കാണാനും വേണ്ടി ഉണ്ട് കേട്ടോ. സംഭവം പിള്ളേർക്കൊക്കെ എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.